കുഞ്ഞിനെ പിടിക്കുന്ന രീതിയിൽ നിന്ന് തുടങ്ങുകയാണല്ലോ അല്ലേ? ഈ ബ്രസ്റ്റ് ഫീഡിംഗ് എന്ന് പറയുന്ന ഒരു സ്കില്ലും കൂടെയാണ്. അത് പഠിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും അമ്മമാർ വന്ന് പറയും, എനിക്ക് കുഞ്ഞിനെ ലാച്ച് ചെയ്യാൻ പറ്റുന്നില്ല, വല്ലാതെ വായ തുറക്കുന്നില്ല. ബ്രസ്റ്റ് ഫീഡിംഗ് എന്ന് പറയുമ്പം നോർമലി ഇപ്പം ഗർഭിണി ആയിരിക്കുമ്പോൾ അമ്മ വിചാരിക്കും ഇത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കും, കുഞ്ഞുണ്ടാവുന്നു, കുഞ്ഞ് ഡയറക്റ്റ് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നു, പിന്നെ സ്മൂത്തായിട്ട് പോകുന്നു എന്നാണ് എല്ലാ അമ്മമാരും, അധികം അമ്മമാരും ധരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ ഈ ഒരു ശരിക്കും പ്രസവം കഴിഞ്ഞ ഉടനെയാണ് മനസ്സിലാക്കുന്നത് ഇതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പം ബ്രസ്റ്റ് ഫീഡിംഗ് എന്ന് പറയുന്നത് എല്ലാവർക്കും നാച്ചുറലായിട്ട് വരണം എന്നില്ല. ഈ ബ്രസ്റ്റ് ഫീഡിംഗ് എന്ന് പറയുന്ന ഒരു സ്കില്ലും കൂടെയാണ്. അത് പഠിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ്. ചിലർക്കത് നോർമലി വരും. പണ്ടത്തെ കാലത്തൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ കൂട്ടുകുടുംബമായിരുന്നു. അവിടെ ഒരുപാട് പേര് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നതും കുഞ്ഞുങ്ങളെ വളർത്തുന്നതും കണ്ട് ശീലം ഉണ്ടാവും. പക്ഷെ ഇന്നത്തെ ഒരു സിസ്റ്റത്തിൽ അത് സംഭവിക്കണമെന്നില്ല. കുഞ്ഞിനെ പിടിക്കുന്ന രീതിയിൽ നിന്ന് തുടങ്ങുകയാണല്ലോ അല്ലെ? ഏത് പൊസിഷനിലാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ? അതെ, അതാണ് ലാച്ചിങ്ങിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. പലപ്പോഴും അമ്മമാർ വന്ന് പറയും, എനിക്ക് കുഞ്ഞിനെ ലാച്ച് ചെയ്യാൻ പറ്റുന്നില്ല, വല്ലാതെ വായ തുറക്കുന്നില്ല, എൻ്റെ കുഞ്ഞിന് എന്തോ കുഴപ്പമുണ്ട്. ആക്ച്വലി അധിക കേസിലും അത് കറക്റ്റായിട്ട് ബേബീനെ പൊസിഷൻ ചെയ്യാൻ പറ്റാത്തതിൻ്റെ പ്രശ്നമാണ്. നോർമലി പലപ്പോഴും ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഈ കയ്യിൽ ഇങ്ങനെ വെച്ച് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന ഒരു പൊസിഷൻ ആയിരിക്കും പറഞ്ഞു കൊടുക്കുക. പക്ഷെ അത് എല്ലാ അമ്മമാർക്കും ചെയ്യണമെന്നില്ല. ബേബി ചിലപ്പം നമ്മൾ എടുത്ത് പൊസിഷൻ ചെയ്ത് ബ്രസ്റ്റിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ബേബി ലാച്ച് ചെയ്യണ്ടാവില്ല. ലാച്ച് ചെയ്താൽ തന്നെ ബേബിക്ക് ചിലപ്പം നമുക്ക് ഭയങ്കരമായിട്ട് പെയിൻ അനുഭവപ്പെടാം. ചിലപ്പോൾ ബേബി നമ്മൾ പിടിക്കുന്നത് ഇഷ്ടപ്പെടാതെ ബേബി കരച്ചിൽ തുടങ്ങും. ഈ കരച്ചിൽ തുടങ്ങുമ്പോഴേക്കും അമ്മയ്ക്ക് എന്താ ചെയ്യുക, ഭയങ്കര പാനിക്കാവും. അപ്പോഴേക്ക് പുറത്തുനിന്നുള്ള ഇത് വന്നു, കുഞ്ഞിന് പാല് കിട്ടുന്നില്ല, പാലില്ലാഞ്ഞിട്ടാ കരയുന്നത്. അപ്പോഴേക്കും മൊത്തം കോൺഫിഡൻസ് അമ്മയുടേത് പോകും. അപ്പം ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ട് ഈ ഒരു ബ്രസ്റ്റ് ഫീഡിങ് ജേർണിയിലേക്ക്. അതുകൊണ്ട് എല്ലാവർക്കും ഇത് നാച്ചുറലായിട്ട് വരണം എന്നില്ല. സോ നമ്മളിപ്പോൾ ഇത്ര നേരം പറഞ്ഞതിൽ നമ്മൾ 6 months ഒരു അമ്മ കുഞ്ഞിനെ എക്സ്ക്ലൂസീവ്ലി ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നു. 6 months കഴിയുമ്പോൾ നമ്മൾ സോളിഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അപ്പോൾ 1 solids ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ എന്തൊക്കെയാണ് ആ ഒരു ബ്രസ്റ്റ് ഫീഡിങ് ജേർണിയിൽ വരുന്ന ഡിഫറൻസസ്? സോളിഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങിയാൽ എല്ലാ പ്രശ്നങ്ങളും വീണ്ടും തുടങ്ങും. അതെ, ജസ്റ്റ് വീണ്ടും അമ്മമാർക്ക് ഒരുപാട് സ്ട്രഗിൾസ് നേരിടേണ്ട സ്ഥിതി വരും. അപ്പം ബ്രസ്റ്റ് ഫീഡിങ് ഈ സമയത്ത് എങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഇത്രയും കാലം എങ്ങനെ ചെയ്തോ അത്രയും ഇമ്പോർട്ടൻസോട് കൂടെ അത്രയും എഫേർട്ട് ഇട്ട് തന്നെ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യണം. അറ്റ്ലീസ്റ്റ് 1 year വരെയെങ്കിലും. സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുടെ വെയിറ്റ് ഗെയിൻ കുറച്ചും കൂടെ സ്ലോ ആവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് WHO ഒക്കെ കർശനമായിട്ട് പറയുന്നുണ്ട്, ഇത് കോംപ്ലിമെന്ററി ഫീഡിംഗ് ആണ്. ബ്രസ്റ്റ് ഫീഡിങ്ങിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ കുഞ്ഞ് സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. Happy Hippo.